ഗുഡ് മോർണിംഗ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ചേട്ടൻ ആദ്യമായിട്ടല്ലേ ഇതിൽ പങ്കെടുക്കുന്നത്? ആണ്. ഓക്കെ, അപ്പൊ എന്താണ് കണ്ടിരിക്കൂ, കൂടെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യൂ, അല്ലാതെ കണ്ടിരുന്നോ? ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ സ്ഥലത്തായിരിക്കുന്നത്. ശരി ശരി. അപ്പൊ ആദ്യത്തെ മെഡിറ്റേഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ കണ്ണടച്ചിരുന്ന് കേട്ടോളൂ. നമ്മുടെ ബന്ധുത്വം. ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി, നമുക്ക് തുടങ്ങാം. വർഗീസ് ചേട്ടൻ നമസ്കാരം. കൃഷ്ണകുമാരേട്ടൻ നമസ്കാരം. നമസ്കാരം. നമുക്ക് തുടങ്ങാം. നമുക്ക് താഴെ ഇരിക്കാം. ഇനി നമുക്ക് ഗുരുവന്ദനം ചെയ്യാം. അടുത്തത് പ്രാണധ്യാനം. അടുത്തത് നാഡീശുദ്ധി പ്രാണായാമം. വരൂ, നമുക്ക് നമ്മുടെ അകത്തുള്ള ലോകത്തേക്ക്, നമ്മുടെ ആന്തരാകാശത്തിലേക്ക് ഒന്ന് യാത്ര ചെയ്യാം. നമ്മിലെ നന്മ തിന്മകളെ ഒന്നോർത്തു നോക്കാം. പതിയെ പതിയെ നമ്മുടെ
അതിനകത്തെ ജീവനെയും ഒന്നോർക്കാം. ആ ജീവന്റെ പ്രതിഫലനമാകുന്ന നമ്മുടെ വ്യക്തിത്വത്തെയും ഒന്ന് ഓർത്തു നോക്കാം. ഇനി പതിയെ നമ്മുടെ അമ്മയച്ഛന്മാരെ, ഗുരുക്കന്മാരെ, സഹോദരങ്ങളെ, ഇണയെ, മക്കളെ, സുഹൃത്തുക്കളെ, ബന്ധുക്കളെ, ശിഷ്യരെ, ഓരോരുത്തരെയായി ഓർക്കുക. ഇന്നത്തെ ദിനം വരെ നാം അവർക്കായി നൽകിയ സന്തോഷങ്ങളെത്ര, ദുഃഖങ്ങളെത്ര, അവരോട് തോന്നിയ കാരുണ്യമെത്ര, നമ്മിലെ നന്മയും തിന്മയും ഇനി ഒരിക്കലും അവരെ ആരെയും നോവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അതുപോലെ അവരോരോരുത്തരുടെയും നന്മകളും തിന്മകളും അവരുടെ തന്നെ ഭാഗമാണെന്ന് കണ്ടറിയാനും അവയ്ക്കതീതമായി അവരെ സ്നേഹിക്കാനും കഴിയണമെന്ന് നമുക്കാശിക്കാം. പതിയെ നമ്മുടെ അയൽപക്കക്കാരെ, പരിചയക്കാരെ, ഇടപാടുകാരെ ഒക്കെയൊക്കെ ഓർക്കുക. അവരുടെ നന്മകളെ സന്തോഷത്തോടുകൂടിയും തിന്മകളെ ശാന്തതയോടുകൂടിയും മാത്രമേ ഉൾക്കൊള്ളൂ എന്ന് മനസ്സിലുറപ്പിക്കാം. നമ്മുടെ നോക്കോ വാക്കോ പ്രവൃത്തിയോ വസ്തുവോ ഉപകരണമോ വളർത്തുമൃഗമോ വാഹനമോ ഒന്നുകൊണ്ടും അവർക്കാർക്കും ഒരു നോവുമുണ്ടാക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് നമുക്കുറപ്പിക്കാം. അരികിലും വിദൂരതയിലുമുള്ള സർവ മനുഷ്യ ജന്തുജാലങ്ങളും നമ്മുടെ ബന്ധുക്കളാണെന്ന് നമുക്ക് തിരിച്ചറിയാം. അവരിൽ നിന്ന് വാങ്ങിയും അവർക്കുള്ളത് കൊടുത്തും അന്യോന്യ ജീവിതം നയിച്ചും മാത്രമേ നമുക്കും തലമുറകൾക്കും കഴിയാനാകൂ എന്നതും നമുക്ക് തിരിച്ചറിയാം.
എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണെന്ന സത്യത്തെ നമുക്ക് അംഗീകരിക്കാം. ഇനി നമുക്ക് തിരികെ വരാം. ബോധത്തോടെ, സ്നേഹത്തോടെ, ബന്ധുത്വത്തോടെ, ധൈര്യത്തോടെ നമ്മുടെ സാധാരണ ചിന്തകളിലേക്ക്, തുടർന്നുള്ള ജീവിതത്തിലേക്ക് പതിയെ പതിയെ കൊട്ടകർവ് ചെയ്യുവാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുക.
വിശ്വവന്തനം സംയോഗ മാതൃക. ഗുരുവന്ദനം. സഹസ്രാരം, പുനാഹതം, സ്വാദിഷ്ഠാനം, പതനം, ഇടുപ്പ്, സുതലം, കാൽമുട്ട്, രസതലം, നെരിയാണി, പാതാളം, ഭൂമി, മഹാതലം, പാദം, തലാതലം, കാൽവണ്ണ, വിതലം, തുട, മൂലാധാരം, മണിപൂരകം, വിശുദ്ധി, സഹസ്രാരം, സത്യലോകം, കർണം മുമ്പിലേക്ക് നോക്കിയിട്ട് മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, വലത്തോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, ഇടത്തോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, മുമ്പോട്ട് തിരിയുക, കർണം, മൂലാധാരം, സ്വാദിഷ്ഠാനം, മണിപൂരകം,
അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം ഇനി ഗുരുവന്ദനം. ആത്മവന്ദനം, ഭൂമിവന്ദനം, ആകാശവന്ദനം, വിശ്വവന്ദനം, സത്യലോകവന്ദനം, വിശ്വവന്ദനം, ഗുരുവന്ദനം. മുദ്ര. പ്രകൃതിക്കകത്ത് പ്രകൃതിയായി ജീവിക്കുമ്പോഴും അതിൽ നിന്നും വേറിട്ട ഒരു സ്വതന്ത്ര സത്തയാണ് നാം എന്ന് നമ്മെ തോന്നിപ്പിക്കുന്നത് അഹമെന്ന യുക്തിയാണ്. അതിനെ മറികടന്ന് പ്രകൃതിയുമായി ബന്ധമാകാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. നമുക്കകത്തും പുറത്തുമായി ഓടി നടക്കുന്ന പ്രകൃതിയുടെ ചാലക ശക്തിയായ പ്രാണൻ എന്ന ശ്വാസത്തെ നിരന്തരം ശ്രദ്ധിക്കുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ സമ്പൂർണതയിലെത്താൻ എന്താണ് നമുക്ക് വേണ്ടത്? നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് ഒരു നല്ല ശരീരമുണ്ടാകും.
നല്ല ആരോഗ്യമുണ്ടാകണം, അതായത് നല്ല ജീവൻ ഉണ്ടാകണം, നല്ലൊരു മനസ്സുണ്ടാകണം, അതായത് നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളെ, ശാരീരിക പ്രവർത്തനങ്ങളെ, വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നടപ്പിലാക്കാൻ പാകത്തിലുള്ള ഒരു ആസൂത്രണ പദ്ധതി നല്ല രീതിയിൽ പ്രവർത്തിക്കും. നല്ല ജ്ഞാനമുണ്ടാകണം. ജ്ഞാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിച്ചറിവല്ല, സഹജമായി എന്താണ് അപ്പോൾ ചെയ്യേണ്ടത് എന്ന് അറിയാനുള്ള ചോദന ഉണ്ടാകണം. അതുപോലെ ഇതെല്ലാം കൊണ്ടു നടക്കാനുള്ള ശക്തി, ചൈതന്യം നമുക്കുണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഈ അവസ്ഥകൾ മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് നല്ലൊരു പരിസ്ഥിതി ഉണ്ടാവും, നമുക്കൊരു നല്ല ചുറ്റുപാടുണ്ടാവണം. പരിസ്ഥിതി ചുറ്റുമുണ്ട്, ഞാനിവിടെയുണ്ട്. പക്ഷെ ഞാനും പ്രകൃതിയും തമ്മിൽ, ഞാനും പരിസ്ഥിതിയും തമ്മിൽ ബന്ധമില്ലെങ്കിൽ, അപ്പോൾ നല്ല ബന്ധവും ഉണ്ടാവണം, ഞാനും പ്രകൃതിയും തമ്മിലുള്ള നല്ല ബന്ധവും ഉണ്ടാവണം. അങ്ങനെ ഞാനും എൻ്റെ ചുറ്റുപാടും, ഞാനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു, 4-5 കാര്യങ്ങൾ പറഞ്ഞു. ശരീരം, ജീവൻ, മനസ്സ്, ജ്ഞാനം, ചൈതന്യം, ഇവ തമ്മിലും ഞാനും എൻ്റെ പരിസരവും തമ്മിലും, പരിസരം എന്ന് വെച്ചാൽ പ്രകൃതി, പ്രകൃതിയും തമ്മിലും ഒരു നിരന്തരമായ ബന്ധം ഉണ്ടാകണം, ഒരു അലയൻസ് ഉണ്ടാവണം. അതിനെയാണ് നമ്മൾ യോഗം എന്ന് പറയുക. യോഗം, യോഗത്തിലായിരിക്കണം. അപ്പോഴാണ് നമുക്കൊരു കംപ്ലീറ്റ് ലൈഫ്, ഒരു പൂർണ്ണമായ ജീവിതം ഉണ്ടാവുക. ആ പൂർണ്ണമായിട്ടുള്ള ജീവിതം ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാസ്ഥ്യമുണ്ടാകും, അറിവുണ്ടാകും, സ്വച്ഛതയുണ്ടാകും, സമ്പന്നതയുണ്ടാകും. ഈ നേരത്തെ എന്തെല്ലാം ഉണ്ടാകണം എന്ന് പറഞ്ഞോ, അതെല്ലാം സ്വാഭാവികമായി നമ്മൾ സംഭവിക്കും. കാരണം ഇത് ഒന്ന് ആദ്യം ഉണ്ടായി മറ്റൊന്ന് പിന്നീട് ഉണ്ടാവുക എന്നുള്ളതല്ല. ഇപ്പൊ പരസ്പര പൂരകങ്ങളാണ്. ആ പരസ്പര പൂരകങ്ങളാണെങ്കിൽ ഈ പരസ്പര ബന്ധം ഉണ്ടാകണം, ഈ പറഞ്ഞ യോഗം ഉണ്ടാകണം. യോഗമുണ്ടെങ്കിലേ ഇവ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിച്ച് നിൽക്കാൻ കഴിയും. അപ്പോഴാണ് ഇത് കൂടിയാൽ അത്, അത് കൂടിയാൽ ഇത് എന്നുള്ള രീതിയിലുള്ള പരസ്പര ബന്ധം ഉണ്ടാകും. ഇതിനെ തടയുന്നത് എന്താണ്? ഈ തടയുന്ന മുഖ്യമായ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ അഹമാണ്. ഞാൻ എന്ന ഭാവം. ഞാൻ എന്നുള്ള ബോധമില്ലെങ്കിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ കഴിയും. ഞാൻ എന്നുള്ള ഭാവം, ഞാൻ വേറിട്ടതാണെന്നുള്ള ഭാവം. ഈ ഞാൻ വേറിട്ടതാണെന്നുള്ള ഭാവം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് യോഗം ഉണ്ടാകും. ആ യോഗം, യോജിപ്പ് എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ അഹം അവിടെ കാണാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, അഹം എന്നുള്ള ബോധം ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയില്ല. അഹം എന്നുള്ള ഭാവം ആണ് നമുക്ക് പ്രസവമാകുന്നത്. ഇതിനെ ആ ഭാവത്തെ ഒഴിവാക്കിയപ്പോൾ അപ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല, അഹത്തെ ഇല്ലാതാക്കാൻ കഴിയില്ല. അഹത്തെ ഇല്ലാതാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാതാവുക എന്നാണ്. അപ്പോ അഹത്തെ ലൈറ്റ് ആക്കുക എന്നുള്ളത്. അഹത്തെ ലൈറ്റ് ആക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് സുതാര്യമാകാൻ കഴിയില്ല. അപ്പോ ഈ ഒരു 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 പ്രഹേളികയുണ്ട്. ഇതിനെ മറികടക്കാൻ നമ്മുടെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഹോട്ട് ലൈൻ ഉണ്ട്. എന്നാൽ ഇവിടുന്ന് ഈ നമ്മള് ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനോട് ഹോട്ട് ലൈനിലൂടെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു. ഇവർ അങ്ങോട്ട് പോകുന്നില്ല, അവരിങ്ങോട്ട് വരുന്നില്ല, പക്ഷെ ഹോട്ട് ലൈനിലൂടെ സംസാരിക്കുന്ന ഒരവസ്ഥ. ഇതുപോലെ എന്റെ അകം ലോകവും എന്റെ പുറത്തെ പ്രകൃതിയും തമ്മിൽ ഉള്ള ഒരു ഹോട്ട് ലൈൻ ബന്ധമാണ്. എന്തുവഴിയാണ് ഹോട്ട് ലൈൻ പ്രവർത്തിക്കേണ്ടത്? അത് പ്രാണൻ വഴിയാണ്. പ്രാണൻ എന്താണ്? പ്രാണൻ ഈ പ്രപഞ്ചം മുഴുവൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുക. അനസ്യൂതം, അതിങ്ങനെ അനന്തമായ ഊർജവുമായിട്ട്, അനന്തമായ സാധ്യതകളുമായിട്ട്, അനന്തമായ ഭാവനകളുമായിട്ട്, അനന്തമായ ഇടങ്ങളുമായിട്ട്, സ്പേസുകളുമായിട്ട്, ആകാശങ്ങളുമായിട്ട്, പ്രപഞ്ചങ്ങളുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ ഈ ഒരു പ്രവർത്തനം, പ്രപഞ്ച സഞ്ചാലനം, യൂണിവേഴ്സൽ ഡൈനാമിസം എന്ന് പറയുന്നത് സംഭവിക്കുന്നതിന് അവിടെ ഒരു ചാലക ശക്തി ആവശ്യമാണ്. നമുക്കറിയാം ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ബാറ്ററിയുടെ രണ്ട് പോളുകൾക്കിടയിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കമ്പിയിലൂടെ വൈദ്യുതിയെ ചലിപ്പിക്കുന്നത്. ഇതുപോലെ ഒരു മോട്ടീവ് ഫോഴ്സ് ആവശ്യമാണ്. യൂണിവേഴ്സൽ ആയിട്ടുള്ള ഈ മോട്ടീവ് ഫോഴ്സിനെയാണ്, ചലനാത്മകതയാണ്, അതിൽ തന്നെ ലീനമായിട്ടുള്ള ചലനാത്മകതയാണ് പൂർണ്ണമായ പ്രാണൻ എന്ന് പറയുക. ആ പ്രാണന്റെ പ്രാദേശികമായ ഒരു അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിനകത്ത് പ്രവർത്തിക്കുന്നത്. നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെയും അതിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. എന്തെല്ലാം പ്രവർത്തനം നമുക്ക്
ചിന്തിക്കാൻ കഴിയുന്നതും കഴിയാത്തതുമായിട്ടുള്ള അനന്തകോടി പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മനസ്സിന്റെ പ്രവർത്തനം, ഫിസിയോളജിക്കലായിട്ടുള്ള പ്രവർത്തനം, അതുപോലെ ജ്ഞാനപരമായ പ്രവർത്തനം, അനുരൂപനപരമായ പ്രവർത്തനം, ശക്തി ഉപയോഗിക്കുന്നതിന്റെ പ്രവർത്തനം, ആ പ്രവർത്തനത്തിൽ നിന്ന് ഉയരുന്നു, താഴുന്നു, ഉണരുന്നു, പ്രവർത്തിക്കുന്നു, ഉറങ്ങുന്നു, സ്വപ്നങ്ങൾ ഉണ്ടാക്കുന്നു, ഭാവന ചെയ്യുന്നു, എന്തെല്ലാം സാധ്യതകളാണ്. ഇത്രയൊക്കെ സാധ്യതകളുള്ള ആ ഒരു അവസ്ഥയിൽ ഇതിനെ ചലിപ്പിക്കുന്നത് എന്താണ്? അത് ആന്തരികമായ പ്രാണൻ. അപ്പോ യൂണിവേഴ്സിനെ ചലിപ്പിക്കുന്നത് പ്രാണനാണ്, എന്നെ ചലിപ്പിക്കുന്നത് പ്രാണനാണ്. അപ്പോ ഇവയ്ക്കിടയിൽ അഹം എന്നുള്ള സംഭവത്തിന്റെ ബാരിയർ ഉണ്ടല്ലോ, ഈ ബാരിയറിനെ മറികടക്കാൻ നാം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ശ്വസനം എന്നുള്ളത്. ഈ ശ്വസനം സ്വാഭാവികമായി സംഭവിക്കുന്നു. അപ്പോ പ്രാണനകത്തേക്ക് പോവുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തുകൊണ്ടേയിരിക്കുന്നത് നിരന്തരമായി. സത്യത്തിൽ ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ പ്രാണൻ എന്നുള്ള കാര്യം വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചിന്ത പോലും നമ്മുടെ ശ്വസനത്തിന്റെ പ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ ആക്കി തീർത്തിരിക്കുന്നു. നോക്കൂ, ചെറിയ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവര് ശ്വാസം വിട്ടാണ് കരയുക. നിങ്ങൾ 28 കെട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ ചടങ്ങ് കഴിഞ്ഞിട്ട് ആ കുഞ്ഞിന് കൃത്രിമ ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നതോടുകൂടി സിസ്റ്റം കറപ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. ശരീരത്തിന് ശ്വാസോച്ഛ്വാസം എന്നുള്ള പ്രാഥമിക പ്രക്രിയ ചെയ്യണമെങ്കിൽ പോലും ശ്രമം വേണ്ടിവരും, പരിശ്രമം വേണ്ടിവരും. ഈ പരിശ്രമം ഉണ്ടാകുന്ന സമയത്ത് അതിനുശേഷം ഉള്ള ഒരു കരച്ചിലിന്റെ ആവശ്യകതയിൽ ഫോഴ്സ് കൊടുത്തിട്ട് വയറൊക്കെ ചുക്കി വെച്ചിട്ടാണ് കുഞ്ഞിക്കരയുക. അപ്പോ പ്രാണനെ എടുക്കുന്നതിന് പോലും നമ്മൾ ഒരു വിരുദ്ധമായ അവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വിരുദ്ധമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് നമ്മൾ ശ്വസന പ്രക്രിയ ശീലിച്ചിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും വളർന്നു വന്നപ്പോൾ നമ്മൾ ഈ ശ്വസന പ്രക്രിയ ഇങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഈ ശ്വസനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിനകത്തെ, നമ്മുടെ ജീവന്റെ അകത്തെ, ശരീരത്തിനകത്തെ, ജീവിതത്തിന്റെ എല്ലാ പ്രക്രിയകളെയും നിയന്ത്രിക്കുന്നതാണ്. അതിന്റെ ചാലക ശക്തിയാണ് എല്ലാ ചലനങ്ങൾക്കും കാരണമാണ്. ഇപ്പൊ അഥവാ നമുക്കകത്ത് എന്തെങ്കിലും കുറവ് വന്നു, നമ്മൾ പ്രവർത്തിച്ചു പോകുന്ന സമയത്ത് ഒരു കുറവ് വന്നു, ആ കുറവിനെ ഫില്ല് ചെയ്യുന്നത്, കുറവിനെ പൂർത്തീകരിക്കുന്നത്, ശരീരത്തിനകത്ത് ഒരു ശൂന്യത വന്നാൽ അതിനെ പൂർത്തീകരിക്കുന്നതും ഈ പ്രാണനാണ്. നമ്മുടെ ശരീരത്തിനകത്ത് എന്തെങ്കിലും ഒരു ന്യൂനത വന്നു കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കുന്നത്, ഈ കുറവിനെ ഫില്ല് ചെയ്യുക എന്ന് മാത്രമല്ല, ഒരു അനുചിതമായ ഒരു അവസ്ഥ വന്നാൽ അതിനെ ഒഴിവാക്കുന്നത് ഈ പ്രാണനാണ്. അങ്ങനെ ഈ ഒഴിവാക്കുന്ന ഒരവസ്ഥ നമ്മുടെ ശരീരത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെയോ അപാകങ്ങളെയോ കുറവുകളെയോ പരിഹരിക്കുന്ന കാര്യം ചെയ്യുന്നത് പ്രാണനാണ്. ഈ പ്രാണനെയാണ് നമ്മൾ കൃത്രിമ സംസ്കാരത്തിന്റെ വഴി നമ്മൾ മാറ്റി വേറൊരു രൂപത്തിലേക്ക് ആക്കുന്നത്. അതിനിടയിൽ കുഞ്ഞ് കുറച്ചുകൂടെ വളരുന്ന സമയത്ത് അഹം വളരും. പിന്നെ അഹം കൊണ്ടാണ് നമ്മൾ ലോകത്തെ, പരിസരത്തെ കാണുന്നത്. അഹം കൊണ്ട് ഞാൻ എന്നുള്ള ആ ഇതിനകത്തുള്ള വ്യവസ്ഥയെ, നമ്മുടെ ശരീരത്തിനകത്തുള്ള വ്യവസ്ഥയെ മുഴുവൻ നമ്മുടേതാക്കി പ്രിസർവ് ചെയ്ത് വെക്കുന്നത്. ഇങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് ഈ പ്രാണൻ എന്നുള്ളത് ശരിയായ രീതിയിൽ പുറം ലോകവുമായി ബന്ധപ്പെടാതെ പോയി ഈ കണക്ഷൻ അങ്ങ് ഇല്ലാതെ. ഈ കണക്ഷൻ ഇല്ലാതെയാവുന്ന വെച്ചാൽ പിന്നെ ശ്വസിക്കുന്നത് കൃത്രിമമായിട്ട് ഇങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന സമയത്ത് റിക്വയർമെന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ വലിച്ചെടുക്കും ശ്വാസം. അങ്ങനെയുള്ള ഒരു ശ്വാസം ഉണ്ട്. അതിന് പകരം ഈ ശ്വാസത്തെ ശരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ആ കണക്ഷനെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഹോട്ട്ലൈനിൽ കൃത്യമായിട്ട് ആ ശ്വാസത്തിലായിരിക്കുന്ന ഒരവസ്ഥ, ശ്വാസത്തെ കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥ, നമ്മൾ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥയാണ് ഹോട്ട്ലൈൻ എന്ന്. ഇപ്പോ നമ്മള് ഈ ശ്വസിക്കുക എന്നുള്ള ഒരു സാധാരണ ക്രിയ എല്ലാ ജീവികളും ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ശ്വസിക്കേണ്ടത് എന്താണെന്നും നമുക്കറിയില്ല. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിച്ചാലാണ് നമുക്ക് ഊർജം കിട്ടുക എന്നാണ് നമ്മുടെ വിശ്വാസം. സത്യത്തിൽ ഊർജം കിട്ടുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. ഭക്ഷണം ഒരു കണ്ടക്ടറാണ്, അത് ശരിയാണ്. പക്ഷെ ഭക്ഷണത്തിൽ നിന്നാണോ ശരീരത്തിന്റെ ചാലനത്തിനുള്ള ശക്തി കിട്ടുന്നത്? അല്ല. നമ്മൾ ഈ പ്രാണനിലൂടെയാണ്. പ്രാണനെ ഇതിന്റെ ഒരു മെറ്റീരിയൽ ആസ്പെക്ട് പറഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ അയണീകരിക്കപ്പെടുന്ന ഓക്സിജൻ നമ്മുടെ അകത്തേക്ക് പ്രാണന്റെ ഭാഗമായി ചെല്ലുമ്പോഴാണ് ശരീരത്തിനെ എനർജൈസ് ചെയ്യുന്നത്. ഒരു മെറ്റീരിയൽ ആസ്പെക്ട് പറയുന്നത്. അങ്ങനെ ശരീരപ്രവർത്തനങ്ങളാൽ ന്യൂനത സംഭവിച്ചിട്ടുള്ള കോശങ്ങളിൽ നിന്നും അവിടുത്തെ കുറവുകളെ പുറത്തേക്ക് എടുക്കുന്നത്, അതായത് കുറവുകൾ എന്ന് വെച്ചാൽ
ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. ഈ ഫ്രീ റാഡിക്കൽസിനെ നമ്മൾ വെളിയിലേക്ക് ആക്കുക എന്നുള്ള പ്രക്രിയയാണ് ഉച്ഛ്വാസത്തിലൂടെ സംഭവിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. അത് നമ്മുടെ ശരീരത്തെ എനർജൈസ് ചെയ്യുന്നു. ഈ എനർജൈസ് ചെയ്യാൻ വേണ്ടിയാണ്, നമ്മൾ എനർജി കിട്ടാൻ വേണ്ടി നമ്മൾ ശ്വസിക്കുന്നു എന്നല്ലാതെ നിരന്തരം ബന്ധത്തിലായിരിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. അങ്ങനെ നിരന്തര ശ്രദ്ധയിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണനെ ശ്രദ്ധിക്കുന്ന അവസ്ഥ. നമ്മൾ സാധാരണ രീതിയിൽ ശ്വസിക്കുന്നു, ഇത് പ്രാണനെ ശ്രദ്ധിച്ചുകൊണ്ട് ശ്വസിക്കുന്നു. പ്രാണനെ ശ്രദ്ധിച്ചുകൊണ്ട് അതിലായിരിക്കുന്ന ഒരവസ്ഥ, അതാണ് പ്രാണായാമം. വളരെ സിമ്പിളാണ്. നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഒരിടത്ത് ഇരുന്നിട്ട് മറ്റൊന്നും ശ്രദ്ധിക്കാതെ അതിൽ ശ്രദ്ധിക്കുക. അപ്പോ ഈ ഹോട്ട് ലൈൻ ഓൺ ആവും. നമുക്കറിയാം, നമ്മൾ ഇതിനു മുമ്പുള്ള പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട്, നാം എന്തിനെ ശ്രദ്ധിക്കുന്നു അത് നമ്മെ ശ്രദ്ധിക്കുന്നു. നാം പ്രാണനെ ശ്രദ്ധിച്ചാൽ പ്രാണൻ നമ്മെ ശ്രദ്ധിക്കുന്നു. എന്താണ് പ്രാണൻ? യൂണിവേഴ്സൽ ഡൈനാമിക്സ്. നമ്മുടെ റിക്വയർമെന്റ് ഫില്ല് ചെയ്യുന്ന ആളാണ്. നമ്മുടെ ന്യൂനതകൾ എന്തുണ്ടോ അത് പരിഹരിക്കുന്ന സംവിധാനമാണ് പ്രാണൻ. അപ്പോൾ നാം പ്രാണനെ ശ്രദ്ധിച്ചാൽ നമ്മുടെ റിക്വയർമെന്റ്, നമ്മുടെ കുറവുകൾ, നമ്മുടെ ഡെസ്റ്റിനി, ഇതെല്ലാം പ്രാണന് മനസ്സിലാവും. പ്രാണൻ അതിനനുസരിച്ച് നമ്മളെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഫില്ല് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് പ്രാണായാമം. നാം നിരന്തരം അതിൽ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ. അത് സാധാരണ ആളുകളെ സംബന്ധിച്ചോളം സാധാരണ ശ്വസനമാണ് ഉണ്ടാവുക. ആവശ്യത്തിനനുസരിച്ച് എനർജി ഉള്ളിലേക്ക് എടുക്കുന്നു, അതിനുശേഷം വെളിയിലേക്ക് കളയുന്നു. ഈ ഒരു പ്രക്രിയയാണ് ഉണ്ടാവുക. യോഗികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉണ്ടാവുക? പ്രാണായാമികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിടത്ത് ഇരുന്ന് പ്രാണനെ ശ്രദ്ധിച്ച് പ്രാണനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുന്നു. നാം എന്തിനെ ശ്രദ്ധിക്കുന്നു അത് നമ്മയും ശ്രദ്ധിക്കുക എന്നുള്ള പ്രക്രിയ പിന്നീട് സംഭവിക്കും. അടുത്തത് ഇനിയൊരു സ്റ്റെപ്പ് കൂടെ, നിരന്തരം പ്രാണനിലായിരിക്കുന്ന ഒരു അവസ്ഥ. അതിനെയാണ് സദാഗതി എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും സാധ്യമല്ല. പ്രാണായാമം ചെയ്ത് നല്ല പരിചയമായവർക്ക് മാത്രമാണ് സദാഗതിയിലായിരിക്കാൻ കഴിയുക. ഈ സദാഗതിയാണ് നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്താലും നമുക്ക് വീഴ്ച വരുത്താതെ നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കുക. എന്നെ സംബന്ധിച്ചോളം സദാഗതിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നെ മുൻപോട്ട് കൊണ്ടുപോകുന്നത് സദാഗതിയാണ്. അപ്പോ സദാഗതി എന്നുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ ശ്വസനം, പ്രാണായാമം, സദാഗതി, ഇങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. ഇതിൽ തന്നെ ജെൻഡറും ഒക്കെ ഉണ്ട് കേട്ടോ. സൂര്യനാഡി, ചന്ദ്രനാഡി, ഇതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും. അതായത് ബൗദ്ധികമായ കാര്യങ്ങൾക്കും വൈകാരികമായ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഒന്നിന്റെ വ്യവസ്ഥാപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതിന്റെ പൗരുഷപരമായ പുരുഷാത്മകമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സൂര്യ ശരീരത്തിലെ സൂര്യക്കല ഉണർത്തിക്കൊണ്ടുള്ള ഒരു പ്രക്രിയ. അതിലൂടെ നമ്മൾ ശ്വസിക്കുന്നത്. അതേസമയം നമ്മുടെ ശരീരത്തിന്റെ സ്ത്രൈണതയെ ഉയർത്താൻ വേണ്ടി, അതിന്റെ ആ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ചന്ദ്രകല എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാഡിശുദ്ധി പ്രാണായാമമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോ എന്താണെങ്കിലും നമ്മൾ പ്രാണനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പ്രാണായാമം. സാധാരണ രീതിയിൽ ശ്വസനം സംഭവിക്കുന്നു, പിന്നീട് അതിനെ ശ്രദ്ധിക്കുമ്പോൾ പ്രാണായാമം സംഭവിക്കുന്നു. പ്രാണായാമം എന്നുള്ളതിലൂടെയാണ് നമുക്ക് അഹത്തെ മറികടക്കാൻ കഴിയുക. അത് നിരന്തരമായിരിക്കുന്നതിനാണ് സദാഗതി എന്ന് പറയുക. പ്രാണനെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതം മുമ്പേ പറഞ്ഞതുപോലെ പ്രപഞ്ചവുമായി ഏകതാനതയിലാവും. നിങ്ങൾ സമ്പൂർണരാകും. പ്രാണനിലായിരിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.
sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you.
I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you. I'm sorry. Please forgive me. I thank you and I love you.
തിരികെ വരാം. നിരൂപണങ്ങളിലേക്ക് കിടക്കാം. കൃഷ്ണകുമാരേട്ട. നമസ്കാരം. വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമായിരുന്നു ഇന്നത്തെ സുഭാഷിതത്തിൽ പരാമർശിച്ചത്. സത്തയും പ്രകൃതിയുമായുള്ള ബന്ധം, നിരന്തരമായ ബന്ധമാണ് യോഗം. അതുപോലെ അഹം പ്രാണനെ തടസ്സപ്പെടുത്തുന്നു. സദാഗതി, ശ്വസനം, പ്രാണായാമം, സദാഗതി, ഇതിൻ്റെ എല്ലാം വിശദീകരണം വളരെ നന്നായിട്ട് മനസ്സിലായി. ഗഹനമായ ഒരു വിഷയമാണ്. ഇനിയും കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ള പരിമിതി മനസ്സിലാക്കുന്നു. ഈ അറിവ് വളരെ പരിമിതമാണ്. ഇനിയും കൂടുതൽ പോകേണ്ടതുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ധ്യാനവും യോഗയും ചെയ്യാൻ പറ്റിയെന്ന് വളരെ നന്ദി. നമസ്കാരം. നമസ്കാരം. ശിവ. നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ ജീവിതത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്വാസം, അതില്ലെങ്കിൽ അപ്പൊ കഴിഞ്ഞു. പക്ഷെ നമ്മള് അതിനാരും ശ്രദ്ധിക്കാറില്ല. അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയ മുതല് ഒരുപാട് ചേഞ്ചസ് ജീവിതത്തില്. ഒരുപാട് ലൈഫിൽ ചേഞ്ചസ് വന്നത്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് ഉള്ള പൊട്ടൻഷ്യല് ഒരു ശരിക്കും പറഞ്ഞാൽ ത്രികാലജ്ഞാനിയാണെന്നൊക്കെ പറയുന്നത് ഈ ഒരു നിമിഷത്തില് ആ പ്രാണന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഫ്യൂച്ചറും പാസ്റ്റും എല്ലാം ആ നിമിഷത്തിൽ തന്നെ. അപ്പൊ അവർക്ക് ദീർഘവീക്ഷണത്തോടു കൂടി അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും ജീവിതം. അപ്പൊ അങ്ങനെയാണ് ഓരോ കാര്യം തീരുമാനിക്കുമ്പോഴൊക്കെ അവർക്ക് കറക്റ്റ് ആയിട്ട് ബിക്കോസ് ആ ഒരു എക്സിസ്റ്റൻസുമായിട്ടുള്ള കണക്റ്റഡ് ആണ് അവർ എപ്പോഴും ഓൾവേസ്. അവർക്ക് എന്താ വേണ്ടത് ആ നിമിഷം കൊണ്ട് അവർക്ക് തീരുമാനിക്കാം. നമ്മൾ എപ്പം മനസ്സിന്റെയും ചിന്തയുടെയും കൂടെ യാത്ര ചെയ്യുമ്പോൾ പിന്നെ അത് എൻഡ്ലെസ് പ്രോസസ് ആണ്. പിന്നെ ഒരിക്കലും നമ്മള് ഈ പ്രാണനെ ദൈവവും മനസ്സിനെ ചെലുത്താനെന്നാ പറയാം. അപ്പൊ നമ്മൾ പ്രാണന്റെ കൂടെ നിൽക്കണ ചൈതന്റെ കൂടെ നിൽക്കണ അത് നമ്മുടെ ചോയ്സ് ആണ്. അപ്പൊ ഈ പ്രാണൻ എപ്പോഴും നമ്മളെ കറക്റ്റ് ആയിട്ടുള്ള റൂട്ടിലേക്ക് കൊണ്ടുപോകും നമുക്ക്. പക്ഷെ അത് ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹോപ്പ്ലെസ് ആയിട്ടൊക്കെ തോന്നും. നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് നടക്കുന്നതെന്നൊക്കെ ഒരു പേടിയും. പക്ഷെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ധൈര്യമായിട്ട് നമുക്ക് ഫ്യൂച്ചർ നമുക്ക് ടെൻഷൻ തരില്ല, പാസ്റ്റത്തെ റിഗ്രറ്റ് ഉണ്ടാവില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. പിന്നെ പ്രാണൻ ശ്രദ്ധിക്കുമ്പോൾ കൂടുതൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോഴേക്ക് ഞാൻ അനുഭവപ്പെട്ടിട്ടുണ്ട്. എത്രയും സ്മാൾ കാര്യമാണ്, പക്ഷെ അത് ആർക്കും 99% ആൾക്കാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. കുറച്ചു പേർക്ക് മാത്രമാണ് ഈ പറഞ്ഞ സദാഗതിയൊക്കെ ചെയ്യാൻ എവറി മൊമെന്റിൽ അവർക്ക് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയാൽ 1% മേലേക്ക് വരുമ്പോൾ അത് ഒരുപാട് അവർക്ക് ജീവിതത്തിൽ ചേഞ്ചസ് ഉണ്ടാക്കും. അത് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓർക്കുമ്പോ തിരിച്ചുകൊണ്ടുവരിക. അല്ലാതെ അത് എന്തായാലും അത് വിട്ടുപോകും. പക്ഷെ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നോ അത് നടക്കും. അത്രയാണ്. നന്നായി. താങ്ക് യു സോ മച്ച്. ജോസേട്ടാ. മൈക്കൊന്ന് ഓൺ ചെയ്യണേ. ജോസേട്ടാ മൈക്കൊന്ന് ഓൺ ചെയ്യണം. ഓൺ ചെയ്തിട്ടുണ്ട്. റേഞ്ചിന്റെ പ്രശ്നം കൊണ്ട് എനിക്ക് അത്ര ഇതായിട്ട് ക്ലിയർ ആയിട്ട് ഇത് കിട്ടുന്നില്ല. പിന്നെ ഇത് ഇപ്പൊ അമ്പലത്തിലെ സൗണ്ടും തുടങ്ങി. ഒരു അമ്പലത്തിന്റെ മുമ്പിൽ വന്നിരുന്നിട്ടാണ് റേഞ്ച് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ട്. പിന്നെ ഇന്ന് ഞാൻ എന്റെ പതിവ് യോഗ ഒഴിവാക്കിക്കൊണ്ടാണ് ഞാൻ ഇതിന് വന്നത്. അതോ 1 മണിക്കൂർ നേരത്തെ എഴുന്നേറ്റ് ഇന്ന്. അപ്പൊ ഇനിയും സമയം കണ്ടെത്തിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാമിന്റെ കൂടെയുള്ള അഡീഷണൽ ആയിട്ട് വരുന്നതും കൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കും. താങ്ക് യു. ഓക്കെ. ഇത് യോഗ ചെയ്യണമെങ്കിൽ അതിന് ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് ഉണ്ട്. ആ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിനകത്തൊരു പേജ് മുഴുവൻ ഇതിന്റെ ഓരോ സ്റ്റെപ്പുകൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ ലെസൺസ് ആണ്. അപ്പൊ ഇതിലേക്ക് കയറിയ ലിങ്കിന്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക്. അതൊന്ന് കയറി കാണൂ കേട്ടോ. എന്നിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ ശരിക്കും കൂടാൻ പറ്റും. സന്തോഷം. താങ്ക് യു.
താങ്ക് യു. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. വർഗീസ് ചേട്ടാ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതത്തിലെ വിഷയം, ഇതിന്റെ സാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയായിരിക്കെ ആണെന്നുള്ള ഒരു ബോധ്യം ഇല്ലാതെ ഇരിക്കുന്നു. നമ്മൾ പ്രകൃതിയായിട്ട് തന്നെ ഇരിക്കുമ്പോൾ തന്നെ പ്രകൃതിയുമായിട്ട് വേറിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സാധാരണ കാണുന്നത്. ആ ഇൻഡിവിജ്വലിസം, വ്യക്തിപരതയുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത് മാറ്റിയെങ്കിലേ ഈ സുതാര്യതയിലൂടെ എത്തിയെങ്കിലേ നമ്മൾ പ്രകൃതിയുമായിട്ട് ചേർന്ന് ഇണങ്ങിപ്പോകാനൊക്കെ ഉള്ള യോഗത്തിലാകാൻ പറ്റുള്ളൂ. അപ്പൊ അത് പരിശീലിക്കാനായിട്ട് നമ്മൾ അകത്തെയാണ് മെൽറ്റ് ചെയ്യിക്കുന്നത്. അകത്തെ മെൽറ്റ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അകത്തിൻ്റെതായിട്ടുള്ള ആ എക്സിസ്റ്റൻസ് നിലനിർത്തിയേ പറ്റുള്ളൂ, അതിന്റെ ഇൻഡിവിജ്വാലിറ്റി നിലനിർത്തിയേ പറ്റുള്ളൂ. പക്ഷെ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ സെൽ മെംബ്രെയിൻ ആണ്. ലിവിങ് മെംബ്രെയിൻസിന് എല്ലാ സെല്ലും തമ്മിൽ സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിലും, ആ സെൽ മെംബ്രെയിൻ കൊണ്ട് സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിലും അത് തമ്മിലുള്ള വിനിമയങ്ങൾ വളരെ സുതാര്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അതിലൂടെയാണ് അത് ജീവൻ നിലനിർത്തുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ പ്രകൃതിയിലെ ഒരു സെല്ലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിലുള്ള അകത്തിന്റെ ആ വേലിക്കെട്ടുകളുടെ ഒരു സുതാര്യത മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ പറഞ്ഞതിലെ സാരം. പക്ഷെ അത് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രാണന്റെയാണ്. പ്രാണനാണ് ഈ ഏറ്റവും വലിയ എക്സാമ്പിളായിട്ട് നമ്മൾ കാണുന്നത്. നമ്മളും പ്രകൃതിയുമായിട്ടുള്ള കണക്ഷന്റെ, അതായത് നിരന്തര കണക്ഷൻ, ഒരു നിമിഷം പോലും നമ്മൾ അതില്ലാതെ ജീവിക്കാനൊക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഉള്ള സ്ഥിതിക്ക് അതിനെ കൂടുതലായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ആ അണ്ടർസ്റ്റാൻഡിംഗ്, ആ ബോധ്യത്തിലൂടെ നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുക. അത് പ്രാണൻ ഒരു ഭാഗമേ ഉള്ളൂ. ബാക്കി എല്ലാം നമ്മൾ ബോഡി തന്നെ കംപ്ലീറ്റ് ഉണ്ടായതും മനസ്സും എല്ലാ സ്ട്രക്ചറും പ്രതിഭാസങ്ങളും എല്ലാം പ്രകൃതിയിൽ നിന്നുള്ളത് തന്നെയാണെന്നുള്ളത് ആ ബോധ്യം കൂടുതലും മനസ്സിലാക്കും തോറും അതിനെ നമ്മൾ ശരിക്ക് ബോധ്യപ്പെടും. അതോടുകൂടി ഈ പറഞ്ഞ സുതാര്യത നമുക്ക് എത്താൻ പറ്റും, നമുക്ക് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരാനും പറ്റും. അതാണ് ഈ പറഞ്ഞതിന്റെ സാരം. അപ്പൊ അതിനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ പോലെ നമ്മുടെ ശിവൻ പറഞ്ഞ പോലെ അത് സദാഗതി എന്നുള്ളത് അത് വളരെ പരിശ്രമിച്ചെങ്കിലേ ആ ഒരു ലെവലിൽ എത്താൻ പറ്റുള്ളൂ. അതിനായിട്ട് ശ്രമിക്കുക, എത്തുന്നത്ര എത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. താങ്ക് യു. നമസ്കാരം ഏട്ടാ. മാളു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം ശ്വസനം, പ്രാണായാമം, സദാഗതി എന്നീ 3 കാര്യങ്ങളിലെ വ്യക്തമാക്കി തന്നുള്ളതാണ്. നമുക്കിവിടെ ജീവിക്കാൻ പ്രകൃതി ജീവനുള്ള ഒരു ആരോഗ്യമുള്ള മനസ്സുള്ള അറിവുള്ള ഒരു ശരീരം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ നൽകിയിട്ടുണ്ട്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും വേണ്ടത് നമുക്ക് നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുമായിട്ടും ചേർന്ന് പോവാൻ സാധിക്കുക, അല്ലെങ്കിൽ അതുമായിട്ടുള്ള ബന്ധം നിരന്തരമായിട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു ബന്ധം പലപ്പോഴും നമുക്ക് ഉണ്ടാകാറില്ല. കാരണം നമ്മളിപ്പോ എല്ലാവരും പറഞ്ഞതുപോലെ പ്രാണനാണ് എല്ലാത്തിനെയും ചലിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെയും ചുറ്റുപാടിനെയും ബന്ധിപ്പിക്കുന്നത്. പക്ഷെ ആ പ്രാണൻ അല്ലെങ്കിൽ പ്രാണചലനം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ശ്വസനം വഴിയാണ്, അല്ലെങ്കിൽ ആ ശ്വസനം വഴിയാണ് അത് നടക്കുന്നത്. പക്ഷെ ആ ശ്വസനം എന്നുള്ള പ്രക്രിയയെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത് ആ ബന്ധം നടക്കുന്നില്ല എന്നുള്ളത്, പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ പ്രകൃതിയുമായിട്ടുള്ള ശ്രദ്ധ ശ്വസനം വഴി നടക്കുന്നത് ശ്രദ്ധിക്കാനായിട്ട് ഏത് രീതിയിൽ നമ്മൾ ശ്വസിക്കണം എന്നുള്ളത് പോലും നമ്മൾ അറിയുന്നില്ല എന്ന് ഇവിടെ ഇന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് സൂര്യപ്രകാശത്തിലുള്ള അയനീകരിക്കപ്പെട്ട ഓക്സിജനെയാണ് ശ്വസിക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസ് കുറെ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഇന്ന് വിശദീകരണം ലഭിച്ചു. എന്തായാലും ശ്വസനത്തെ ശ്രദ്ധിക്കുക വഴി, അല്ലെങ്കിൽ പ്രാണനെ ചേർത്ത് നിർത്തുന്നത് വഴി അത് നിരന്തരമാക്കുക എന്നുള്ള ഒരു പ്രക്രിയയിലേക്ക്, അതായത് സദാഗതിയിലേക്ക് നമുക്ക് ഏവർക്കും എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഒരു ക്രമത്തിൽ വിശദീകരിച്ചു. അതായത് എന്താണ്, എവിടെ തുടങ്ങി, നമ്മൾ ഇപ്പൊ എവിടെയാണ്, ഇനി എന്താകണം, അല്ലെങ്കിൽ ഏത് രീതിയിലേക്ക് എത്തണം എന്നുള്ള ഒരു നല്ലൊരു വിശദീകരണമാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ പ്രാണനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ ശ്രദ്ധിക്കും, നമ്മളെ അത് നമ്മുടെ ധർമ്മത്തിലേക്ക് നയിക്കും എന്നുള്ളത് വളരെ നന്നായിട്ട് ബോധ്യപ്പെട്ടു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും പ്രാണശ്രദ്ധ നിരന്തരമായിട്ട് ഉണ്ടാകാൻ പ്രകൃതി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞത് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നത്തെ നിരൂപണങ്ങൾ ഇവിടെ അവസാനിപ്പിക്കാം.